ഇത്രയും ചിലവ് കുറച്ച് തായ്ലൻഡ് പോയിട്ട് വരാൻ പറ്റുമോ? നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിന്റെ ബഡ്ജറ്റ് എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവന്റെ മറുപടി ആയിരുന്നത് 7 ദിവസത്തെ നമ്മുടെ തായ്ലൻഡ് യാത്രയ്ക്ക് എത്ര രൂപയെന്ന് നിങ്ങൾക്കും അറിയാൻ ഒരു ആഗ്രഹമില്ലേ? അതുപോലെ തന്നെ ഇതിലും ചിലവ് കുറച്ച് എങ്ങനെ പോകാമെന്നുള്ള ഐഡിയയും തരാം. നമ്മുടെ മെയിൻ എക്സ്പെൻസ് വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റും വിസയായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റിന് ഏകദേശം 45,000 ആയ സമയത്ത് ഇന്ത്യൻസിന് തായ്ലൻഡിൽ വിസ ഫ്രീ ആയതുകൊണ്ട് വിസയ്ക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ആയില്ല. 6 ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ്സ് എല്ലാം കൂടെ 16,500 റുപ്പീസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരു ഫോറിൻ കൺട്രി വിസിറ്റ് ചെയ്യുമ്പോൾ ട്രാവൽ ഇൻഷുറൻസും മസ്റ്റ് ആണ്. അത് 1,350 റുപ്പീസ് ആയി. ടൂറിസ്റ്റ് സിം കാർഡ് എടുത്ത വകയിലാണെന്നുണ്ടെങ്കിൽ ഒരു 1,000 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. എൻട്രി ടിക്കറ്റ്സ് എല്ലാം കൂടെ 12,000 റുപ്പീസും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടെ ഒരു 9,500 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് അത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1,000 to 1,500 റുപ്പീസ് പെർ ഡേ ആവും. ഇതായിരുന്നു നമ്മുടെ 7 ദിവസത്തെ എക്സ്പെൻസ്. ടോട്ടൽ ഒരു 1 lakh ആയിട്ടുണ്ടായിരുന്നു നമുക്ക് 2 പേർക്ക്. സോ പെർ പേഴ്സൺ 50,000 റുപ്പീസ്. ഇതിലും റേറ്റ് കുറച്ച് എങ്ങനെ പോകാമെന്നുള്ളതിന് ഒരു ഐഡിയയും കൂടെ തരാം. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഏകദേശം ഒരു 1 week ഗ്യാപ്പിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇത്ര എക്സ്പെൻസീവ് ആയത്. നിങ്ങൾ ഒരു 2 to 3 months മുന്നേ എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു 12,000 to 15,000 പെർ പേഴ്സൺ നിങ്ങൾക്ക് റൗണ്ട് ട്രിപ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. അതുപോലെ ബഡ്ജറ്റ് ഹോട്ടൽസ് പ്രിഫർ ചെയ്യാമെന്നുണ്ടെങ്കിൽ 1,500 to 2,000 റുപ്പീസ് പെർ ഡേക്ക് ഹോട്ടൽസ് ഒക്കെ കിട്ടും. സോ ഇതിൽ കൂടെ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് നമ്മുടെ ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് റെഫറൻസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നന്ദി.